നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ രണ്ടാം ദിവസം. ഇന്ന് ലയണൽ മെസ്സി മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദമായി പരിശോധിക്കുന്നത്. അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, ഇന്നലെ രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ് ലിയോ മെസ്സിക്ക് ഇന്ത്യയിൽ നിന്നുണ്ടായത്. ഒന്ന്, കൊൽക്കത്തയിൽ ആകെ മെസ്സായിരുന്നു. അവിടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടന്നില്ല. ആരാധകരാകെ വയലൻ്റായി, സ്റ്റേഡിയമൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അതേസമയം എത്ര മനോഹരമായിരുന്നു ഹൈദരാബാദിലെ പ്രോഗ്രാം. അതിന് തീർച്ചയായിട്ടും അവിടുത്തെ ഓർഗനൈസേഴ്സിന് കൈയടിക്കണം. അവരുടെ CM രേവന്ത് റെഡ്ഡി എത്ര മികച്ച രൂപത്തിലാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത്. സോ കയ്യടി അർഹിക്കുന്നുണ്ട്. പിന്നെ മെസ്സി അവിടെ വളരെ ഹാപ്പി ആയിരുന്നു. അദ്ദേഹം ആ ഹാപ്പി ആയതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ വാക്കുകളിൽ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. മെസ്സി ഇന്നലെ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, ട്രാൻസ്ലേറ്റർ വെച്ച് പിന്നെ അത് ആളുകളെ അറിയിക്കുകയും ചെയ്തു. അവിടെ തന്നെ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. മെസ്സി അതിൽ കൃത്യമായിട്ട് പറയുന്നത്, ഞാനിവിടെ വളരെ ഹാപ്പിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹലോ എവ്രി വൺ, വെൽ, നത്തിങ് ബട്ട് ടു എക്സ്റ്റെൻഡ് മൈ താങ്ക്സ് ഫോർ ദി ലവ് ഐ റിസീവ്ഡ് ടുഡേ ആൻഡ് ഓൾവേസ്. സത്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്തും മറ്റുമൊക്കെ ആയിട്ട് ഇന്ത്യയിൽ നിന്നുള്ള സ്നേഹം. ഹോണസ്റ്റ്ലി, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദിസ് ലവ്. തീർച്ചയായിട്ടും ഇവിടെ എത്തി നിങ്ങളോടൊപ്പം ഈ ദിവസങ്ങൾ ചിലവഴിക്കാൻ കഴിയുന്നത്, ഇന്ത്യയിലെത്തി നിങ്ങളോടൊപ്പം ഈ ദിവസങ്ങൾ ചിലവഴിക്കാൻ കഴിയുന്നത് ഒരു ഓണറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സോ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച് എന്നാണ് ലിയോ മെസ്സി പറഞ്ഞത്. അപ്പോൾ മെസ്സിയും ഹാപ്പി ആയിരുന്നു ഇന്നലെ. ഇന്ന് ഗംഭീരമാവട്ടെ മുംബൈയിലെ പരിപാടികൾ എന്നാണ് മെസ്സിയുടെ ആരാധകർക്ക് ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് നോക്കിയാണ്. ഇന്ന് മെസ്സി ഹൈദരാബാദിൽ നിന്ന് ഡയറക്റ്റായിട്ട് മുംബൈയിലേക്ക് എത്തുന്നു. പിന്നെ പാഡിൽ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ വെന്യൂ ക്രിക്കറ്റ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയാണ്. ടൈം ഏതാണ്ട് 4:30 PM ഈ ഒരു പ്രോഗ്രാം ഉണ്ടാവുക. ഇതിൽ ഗസ്റ്റായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ കൂടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ ഗോഡ് കപ്പ് എക്സിബിഷൻ മാച്ച്, ഇന്നലെ ഹൈദരാബാദിൽ ഉണ്ടായ പോലെ ഗോഡ് കപ്പ് എക്സിബിഷൻ മാച്ച് ഉണ്ട്. അത് വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മുംബൈയിൽ. ഏതാണ്ട് ഒരു 5 PM അത് ഉണ്ടാവുക. ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് 2 PM കിക്ക് ഓഫ് സെറിമണി ഉണ്ടാവും. ബോളിവുഡ് സെലിബ്രിറ്റീസ് ഈ 7 vs 7 മാച്ച്, സെവൻസ് മത്സരത്തിൽ പങ്കെടുക്കും. പിന്നെ ഫാഷൻ ഷോ ഫോർ ചാരിറ്റി, അതാണ് അവിടുത്തെ മുംബൈയിലെ ഹൈലൈറ്റ്. ഫാഷൻ ഷോ ഉണ്ടായിരിക്കും. ഇത് ഒരു പ്രൈവറ്റ് ഫാഷൻ ഷോയാണ്. അതിൽ മെസ്സിയും ഡീബോളും സുവാരസും പങ്കെടുക്കും. മെസ്സിയുടെ ഖത്തർ 2022 ചില മെമ്മറബിളിയാസ് അവിടെ വെച്ച് ഓപ്ഷൻ ചെയ്യും. ഗസ്റ്റുമാരായിട്ട് ജാക്കി ഷറോഫും ജോൺ അബ്രഹാമും കരീന കപൂറും ഒക്കെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ചാരിറ്റിക്ക് വേണ്ടി പണം ചിലവഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാങ്കഡെ സ്റ്റേഡിയത്തിലെ പ്രോഗ്രാമിനാണ് യഥാർത്ഥത്തിൽ പബ്ലിക്കിന് എൻട്രൻസ് ഉള്ളത്. അതിന് ജനറൽ ടിക്കറ്റ് എന്ന് പറയുന്നത് 8,850 രൂപ മുതൽ 14,750 രൂപ വരെയാണ്. ഏതായാലും ലൈവ് നമുക്ക് സോണി ലൈവിലും അതുപോലെ തന്നെ DD സ്പോർട്സിലൊക്കെ കാണാനും പറ്റും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.